പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്രധാന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കള് വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ,
അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പേശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇതിപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ടേ. ഞാൻ ഈ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതില്ലേ. അപ്പോൾ ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാളുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും ആ വിഷയങ്ങൾ കേൾക്കുകയും എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിന് തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിനും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ടുമൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താവിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായില്ല. ഒരു മോള്, അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ്, അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്. അപ്പം അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത് കാര്യം. എന്നിട്ട് ഞാൻ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് പ്രാർത്ഥിക്കും. അപ്പം ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയല്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. അപ്പം ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ. അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരി ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്.
അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നും ഇല്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പം പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷെ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പം അതൊക്കെ നടക്കും അപ്പോൾ കോടതിയിൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചതിന് കാരണം അമ്മ ആ വിഷയം പറയണതാണ്. ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. ഇപ്പൊ ദൈവത്തിന്റെ പണിയാണ്. എന്താണ്? ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീർ ഒപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടുന്ന തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10 അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിന്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിന്റെ ആളാകാൻ നോക്കുക. ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛേദങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തിലുള്ള ഒരു പ്രത്യേകത എന്താ പറയുക? മേരി ജോർജ് പറഞ്ഞത്, എനിക്ക് അപ്പോൾ ഈ ആദ്യം മകൾ വന്ന് ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകൾ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സ് മാറിയായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷി യൂട്യൂബിലുണ്ട്, നോക്കണേ. അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, പക്ഷെ അതല്ല പ്രശ്നം. ഞാനൊരു ദൈവ പൈതലല്ല, അതാണ് സംഭവം. അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുള്ളൻ, പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും. അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാവോ? ആ ന്യായം നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞത്, ഞാൻ ദൈവ പൈതൽ, ഇപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും. അതാ പ്രശ്നം. ഉടമ്പടി അവകാശം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണല്ല,
അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ ആണ്, പക്ഷേ ഞാൻ അവകാശിയല്ല. എന്താ കാര്യം, അങ്ങനെ പറയാൻ കാര്യം എന്താണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറയണതേ 8:17 എടുത്ത്, റോമ 8:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പം ഇവർ അവകാശികളല്ല എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന്. അതാണ് സംഭവം. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കുകയും ചിലത് അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ്. കാര്യം എന്താ, ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിക്കണില്ല. എന്താ കാര്യം, എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിൽ ആ നാട്ട് ഈ അയൽക്കൂട്ടൊക്കെ ഉണ്ടല്ല. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ സഹകരണ സംഘമുണ്ട്, പിന്നെ എന്തുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുടുംബശ്രീയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കണം തോന്നുന്നു. കുടുംബശ്രീയിൽ ചിലരകത്താക്കും, ചിലർ പുറത്താക്കും. എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര. നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം. അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവിടെ പറയണത്. എനിക്ക് അവകാശിയാകണം, അവരോട് ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത്, അത് തെരിക്കണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം. ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തെളിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. ഞാൻ കാലണ ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല, പക്ഷേ അത് നാട്ടിൽ കാലിലേക്ക് മുമ്പ് ഞാൻ കള്ളിയാണ്. അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തരണം, എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി തൻ്റെ 12 വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ്. സ്വപ്നത്തിലാണ് അടയാളം കൊടുത്തതാണ്. കാര്യം അമ്മ ഈ വെയിലൊക്കെ ഇട്ടേക്കുമല്ല. അപ്പോൾ അതാണ് അവരങ്ങനെ അവരുടെ സാക്ഷ്യം വേണ്ട, അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന്. കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കണം എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട്. ഈശോയും 12 വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരു അടയാളം കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന്, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്കെല്ലാം എടുപ്പിച്ചു. പാസ്ബുക്കെല്ലാം എടുപ്പിച്ച് പറഞ്ഞു, ഇത് 16,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വേറെ ഒരു 23,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നീ അവിടെ പാസ്ബുക്കെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സാക്ഷ്യത്തിൻ്റെ അതായത് സാക്ഷ്യമാണ് പോക്കണ്ടല്ലേ. നമ്മളുടെ പ്രശ്നം, പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ്, ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു, എല്ലാത്തിൻ്റെയും പാസ്ബുക്ക് എടുപ്പിച്ചു. അപ്പോഴേ ഈ അവർ അമ്മ പറഞ്ഞ പോലെ തന്നെ 23,000 രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെയാണോ മെനയാന്ന് സജി തോമസിന് സാക്ഷ്യം. ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്, പക്ഷേ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന്. പുള്ളി സ്കൂൾ നടത്തുകയാണ്, 4 സ്കൂളുണ്ട്. വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ സ്കൂളൊക്കെ പുള്ളി സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാവില്ല, ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പം നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും. കൂടുതൽ ആൾക്കാർ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ചിന്ത വയ്ക്കണേ, കഷ്ടപ്പെട്ടത് അങ്ങേര്. പിന്നെ ട്രസ്റ്റ് ആയതുകൊണ്ട് ഷെയർ അല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ വേണം. കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാര്യപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല. പക്ഷെ സന്നദ്ധ നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇയാളെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു. സജി തോമസിൻ്റെ മാന്യനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്. ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അദ്ദേഹം വേറെ സർക്കാസ്റ്റിക്കായിട്ടൊരു കാര്യം പറയും. അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിലൊരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജ് അറിയാവോ? കിട്ടാക്കടമായൊരു സംഭവം ഉണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ
പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ. ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ്. പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും അത് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത്. ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനെ അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന്. ഇപ്പം ചില ആൾക്ക് എന്നെ കാണാൻ വരത്തില്ലേ, അച്ഛനെ കാണാൻ ഇവിടെ തറയിൽ കടവുള്ളവർ വരും, രോഗികൾ വരും. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ ഇത് ശരിയാകത്തില്ല ചേട്ടാന്ന് പറയും. അതെന്താ കാര്യം? ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല. വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി. ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല. പെണ്ണുപിള്ളയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നോക്കും, വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലെ അടിക്കത്തില്ല. ചിലന്മാരുടെ തലേ കൈ വെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ലെന്നറിയാം. അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, ചേട്ടാ നടക്കത്തില്ല ചേട്ടാ വണ്ടിയിട്ടൊക്കെ പറയും. അതെന്താ കാര്യം? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ആരുടെ എങ്കിലും കെയർ ഓഫിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. സത്യസന്ധത ഒരു പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല. ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല. മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചോക്കെ, നിങ്ങൾക്ക് ആവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല. അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേരിട്ട് എടുക്കണില്ലല്ല. പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വീട്ടിൽ 2-3 ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കേ. അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലല്ല. നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കും. അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകളെ ഉപയോഗിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല. അപ്പം അതങ്ങനെ മക്കൾ ചെയ്യണം. അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത്. അതൊരു മണ്ടത്തരമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട്. ചേച്ചി എന്താ പറയണത്? ഞാൻ ദൈവ പൈതലല്ല, എനിക്ക് കർത്താവിൻ്റെ അവകാശമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ നോക്കണം അതാണ്. ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണം എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും. ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും. ഉണ്ടെന്നാ ഇല്ലെന്നാ ആ കൗൺസിലിന് കണ്ണ് കാണാൻ അല്ലെങ്കിൽ ഉണ്ടെന്നാണോ പറഞ്ഞത് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റില്ല. അവർ ടിക്കിടും. ഇപ്പോൾ വയസ്സന്മാരൊക്കെ ഇരിക്കണം. എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ്. ഇവരെന്തെന്ന് പടപെടാൻ ടിക്കറ്റ് പോകണല്ലോ. അതെന്താ പ്രശ്നം? നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു തലയാട്ടും. ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല. എല്ലാവരും ടിക്കിടും. എന്താണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ മര്യാദക്ക് ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക. എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ല ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ തോന്നിവാസം ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്ന് നുണ പറഞ്ഞ് രേഖ ഉണ്ടാക്കിയിട്ട് പോന്നു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ്? ഉടമ്പടിയോട് സിൻസിയറിറ്റി കാണിക്കണം. ദൈവം എന്താ കൗണ്ട് ചെയ്യണത്? ദൈവം ഈ ക്ലാപ്പ് പേപ്പറല്ല കൗണ്ട് ചെയ്യണത്. ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണത് ജോസഫച്ചൻ. ദൈവം കൗണ്ട് ചെയ്യണം അതല്ല. വേറൊരു ക്ലാപ്പ് പേപ്പറുണ്ട്. ഈ സത്യസന്ധമാണെന്ന് ദൈവത്തിന് അറിയാമല്ല. ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവസ്നേഹത്തോട് സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷഭീതമായി പ്രതികരിച്ചിട്ട് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലുക്ക 10:37. ലുക്ക 10:37. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതേതാ? ഇത് ഉടമ്പടി വചനമാണ്. അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ്. ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ല അവൻ ചോദിച്ചത് 25:10 അല്ലേ?
ഇപ്പം അതിൻ്റെ മറുപടി എന്താ വന്നിരിക്കണേ? 10:25 നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതുപോലെ ചെയ്യണം എന്താണ് ഉദ്ദേശിക്കണത്? ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് ഈ സമരക്കാരൻ പറഞ്ഞിരിക്കണത്, അല്ലേ? എന്താണ്? 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം. പറഞ്ഞതല്ല, പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. മാന്യം കൂടാതെ, വാട്ട് ഇസ് ദാറ്റ്? തീഷ്ണതയിൽ മാന്യം കൂടാതെ, അതായത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. റോമ 12:11. റോമ 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ, പറഞ്ഞേ, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇത് കണ്ടില്ലേ? ഇതൊരു ഉടമ്പടി വചനമാണ്. എന്താണ് പറഞ്ഞ? തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ 25-35 ചേർത്ത് വായിക്കേണ്ടത്. 25-35 മത്തായി ശ്രീകാട്. മത്തായി ശ്രീകാട് എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, അല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്നാണ് പറയണത്? കർത്താവായിട്ട് കാണണം. അതിന് എന്ത് പറ്റും? അതിനാണ് 12:13 പറയണത്, തീക്ഷ്ണതയിൽ പറഞ്ഞേ, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അപ്പൊ എന്നാ മനസ്സിലായി? തീക്ഷ്ണത ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ്? ഇതിനിടക്ക് മാന്യം വരും. ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ? മുഞ്ഞ എന്തുകൊണ്ട് എന്നാ? ഒരു തരം പുഴുക്കളാണ്. അതുപോലെ തീക്ഷ്ണതയ്ക്കൊരു കുഴപ്പം വരും. എന്താണ്? മാന്യം വരും. കുറഞ്ഞു. ഉടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ തീക്ഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത്. കാര്യം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ്. അല്ലാതെ ആ കാര്യം വേണ്ടി കാണിച്ച് എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമേ, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും. വെളിപ്പാടിന്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. വെളിപ്പാട് 2:4. എങ്കിലും നിനക്കെതിരെ, സഭകളോട് പറയുന്നതാണ് ആത്മാവ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. തീക്ഷ്ണത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു. ദീപം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. വിശ്വാസം കുറയും. വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും. ഇതാണ് എൻ്റെ വിഷയം പറയണത്. അപ്പം തീക്ഷ്ണത പോകാതിരിക്കാൻ നോക്കണം. കർത്താവിനാണെങ്കിൽ തീക്ഷ്ണതയുള്ളവരോട് ഭയങ്കര, അത് ഏലിയായോട് ചോദിക്കുന്ന ഭാഗമില്ലേ? ദൈവത്തിന് ഏലിയ എന്താണ് ചെയ്യണമെന്ന് അറിയാം. ജെസബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു, ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂക്ഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. ഏലിയ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും. കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും. താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും. ഏലിയയുടെ കഥയിൽ ഞാൻ പഠിച്ച ഇതാണ്, ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും. എന്നിട്ട് അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏലിയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 രാജാക്കന്മാർ 19:13-14. 1 രാജാക്കന്മാർ 19:13-14. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അറിയാം ഏലിയ തീക്ഷ്ണത കൊണ്ട്
ജ്വലിക്കുകയാണ്. ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏലിയയുടെ വായും തന്നെ അത് കേൾക്കണം. നിൻ്റെ തീഷ്ണത നിൻ്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ച് കർത്താവേ വെളിപ്പാടിന് 2:5 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഉടമ്പടി ഒന്ന് പുതുക്കി നമ്മൾ ആ പുതുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപത്തോടെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അക്രൈസ്തരാണെങ്കിൽ ആത്മാവിൻ്റെ അനുതാപപ്പെട്ടിട്ട് തെറ്റാവർത്തിക്കാതിരിക്കണം. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുന്ന വെച്ചാൽ ആവർത്തിക്കാതിരിക്കണം തന്നെ ഒരു അനുതാപമാണ്. അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കരുതേ. അപ്പോൾ ദൈവത്തിന് അറിയാൻ കള്ളത്തരമാണെന്ന്. ആ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കണം തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ്, അതിന് ഒരു സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. അനുദപിക്കാനുള്ള അവസരമല്ല, അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. എന്താ കാര്യം? നമ്മൾ എത്രയോ പേരാണെന്നറിയാം വിശുദ്ധരായിട്ട് ജീവിക്കണത്. അവർക്ക് എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത 2 തരം ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത 2 തരം ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഒരു രോഗിക്ക് ഒടുക്കത്തെ കൊടുക്കാൻ പോയി. അവസാനം പുള്ളിക്കാരൻ അവിടെ ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച വരെ കടലിൽ കൊണ്ടുപോയി വരയിട്ട കക്ഷിയാണ്. അയാളെ കുമ്പസാരിപ്പിക്കേണ്ട അവസരം കർത്താവ് എനിക്ക് തന്നു. പക്ഷേ അങ്ങേരുടെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങക്ക് പകുതി ബോധമുണ്ട്, പകുതി ബോധമില്ല. അപ്പം ഞാൻ ചേട്ടാ ഞാൻ കുമ്പസാരിക്കണില്ല, ആത്മാവ് പിരിഞ്ഞു പോകുന്ന സമയമാണ്. പിരിഞ്ഞല്ല, അത് അടുത്ത ദിവസം മരിക്കും, നമുക്കറിയാം. പക്ഷേ അപ്പോൾ അവൻ മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണിത്. പക്ഷേ അങ്ങേരെ എന്നോട് കുമ്പസാരം കുമ്പസാരം. അപ്പം ഞാൻ പുള്ളിയോട് കുമ്പസാരിക്കാൻ പോരെ, ബോധം പോയില്ലേ മനുഷ്യന്? ഒരു അവസരമാണത്. അവസരം ഉണ്ടായിരുന്ന കാലത്ത് അനുതാപം ഇല്ലായിരുന്നു. ഇപ്പം അവസരവുമില്ല, അനുതാപവും ഇല്ല. എബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഇതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ. അനുദപിക്കാൻ അവസരമില്ല. ചിലർക്ക് അനുദപിക്കാൻ അവസരം ലഭിക്കും, പക്ഷെ അവർ അനുദപിക്കത്തില്ല. ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ്. ഉടമ്പടി 3ാമത് പുതുക്കിയെന്ന് പറയുമ്പോഴേ വീണ്ടും അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേ ദൈവത്തെ കണ്ണിൻ്റെ പൊടിയിട്ടെന്നല്ലേ എൻ്റെ അർത്ഥം. നിങ്ങൾ ബലഹീനരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബലഹീനരെ ശക്തിപ്പെടുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് കർത്താവേ, അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കൈയിട്ടിച്ച് കർത്താവ് അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കർത്ത സാന്നിധ്യവും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത, ദൈവാനുഭവത്തിന് അനന്ത സാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പടി എടുക്കുന്നതിലൂടെ. ശ്രദ്ധിക്കട്ടെ, പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വലിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇങ്ങനെ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, വലിയ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. കിഡ്നി രോഗികളെ പുറകിൽ കൈവെക്കുക, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവരും നെഞ്ചിൻ്റെ സംബന്ധമായ രോഗങ്ങളുടെ നെഞ്ചിൽ കൈവെക്കുക. ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക.
ശിരസ്സിന് രോഗമുള്ളവർ ശിരസ്സിൽ തന്നെ കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വലിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ്. അവിടെ തിരുമുറുപാർന്ന വലതുകരം ആണിപ്രതാർന്ന അത്ഭുതകരത്താൽ അവൻ നിന്നെ തലോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്നെ വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗീയ നിമിഷങ്ങൾക്കായി ഇടിമുഴക്കുമ്പോൾ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവേ. അങ്ങനെ ആണിപ്രതാർന്ന വലതുകരം കർത്താവ് ഓരോ മകന്റെ പേര് കർത്താവ് ഉച്ച മുതൽ ഉള്ളം കാലം വരെ കർത്താവ് രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും രക്ഷികളിലും രക്തഞരമ്പുകളിലും അസ്ഥികളിലും വാതരോഗങ്ങളിലും എല്ലാം ആന്തരിക അവയവങ്ങളിലെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഉന്നതമായ അവിടുത്തെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ, ആശ്വാസം കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താണ്? ഇസ്ലാമ, എൻ്റെ സമാധാനമെന്ന്. നിങ്ങൾക്ക് സമാധാനം. നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണും. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തിക കടങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണും. നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണും. ചിലപ്പോൾ നിൻ്റെ ജീവിതം, ജോലി, യാത്ര എല്ലാം നിനക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ദൈവവേദനേ, നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവ് നിന്നെ തന്റെ ദീർഘമാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന. കൈയിട്ടിച്ച് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.